ഗൈസ് കോഴിക്കോട് ബീച്ചിൽ വരിക എന്ന് പറഞ്ഞാൽ ഒരു ഡെയിലി റുട്ടീൻ എന്നൊക്കെ പറയുമ്പോഴുള്ള സംഭവമാണ്. ഇപ്പം കുറേ ദിവസമായിരുന്നു വന്നിട്ട് എന്നൊന്ന് വന്നു നോക്കിയാണ്. മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ ആളുകൾ കുറവുണ്ട്. കോഴിക്കോടിൻ്റെ ഒരു ഐക്കണാണ് കോഴിക്കോട് ബീച്ച്. ഈ പൊളിഞ്ഞ പാലം, ഈ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ അസ്രഫ് മാഷ് US എത്തി. മാഷേ, അവിടെ ഇവിടുത്തെ ബീച്ച് ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? US ബീച്ചും നമ്മുടെ ബീച്ചും ഒന്ന് എന്താണ് നിങ്ങൾക്ക് അതിൽ യുഎസിലെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞോളൂ. അല്ല, രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അപ്പോൾ അവർ കുളിക്കുകയൊക്കെ ചെയ്യല്ലോ അല്ലേ? അല്ല, ഇവിടുത്തെ അങ്ങനല്ല, നീന്താനൊക്കെ ഉള്ള സൗകര്യമല്ലേ ഇവിടെ? അതില്ലല്ലോ. പിന്നെ നല്ല വൃത്തിയുള്ളതായിരിക്കും അല്ലേ? യന്ത്രങ്ങളെ കൊണ്ട് തന്നെ വൃത്തിയാക്കുക. അത് ശരി, അത് ശരി. രാവിലെയും വൈകുന്നേരമൊക്കെ വന്ന് പിന്നെ JCB പോലെയുള്ളതിൻ്റെ പിന്നിൽ മറ്റൊരു യന്ത്രം ഘടിപ്പിച്ചുകൊണ്ട് എല്ലാ ബീച്ചും. അത് ശരി. മിയാമി ബീച്ചാ? മിയാമി. ശരി. അപ്പോൾ വ്യായാമം ചെയ്യാൻ വേണ്ടിയൊക്കെ പിന്നെ പല കോർട്ടുകളുണ്ട് അവിടെ. ബീച്ച് ബോളി ഇവിടെ ബോർഡ് വെച്ചതാ ഇതാണ്ടോ, ഡേഞ്ചർ ഏരിയ എന്നൊക്കെ ഇവിടെ ബോർഡ് വെച്ചതായിട്ട് കാണുന്നുണ്ട്. ഡേഞ്ചർ ഏരിയ. അപ്പം അതിൻ്റെ അർത്ഥം കുളിക്കാൻ ഇറങ്ങരുത് എന്നല്ലേ പറയുന്നത്? അപ്പോൾ അവിടെ എല്ലാ സീസണിലും അല്ല? അതെ, ടേക്ക് ബാത്ത് ഹിയർ. അത് തന്നെ. അല്ല, ഞാൻ പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ എല്ലാ ടൈമിനും നീന്താനൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് അതൊക്കെ പിന്നെ വാച്ചർ ഉണ്ടാവും. അത് ശരി. അത് ശരി. ഓക്കെ. ഇവിടെ നമ്മുടെ കോഴിക്കോടിൻ്റെ ഐക്കണായിട്ട് പാലം. ഈ പാലത്തിനെ പറ്റി എന്തോ പറയാൻ ഉണ്ടോ? പക്ഷേ പഴയ കാലത്ത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരൊക്കെ വന്ന സമയത്ത് അതെ ആ സമയത്ത് ട്രെയിന് കപ്പലുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സംഭവമായിരുന്നു. അത് ശരി. അങ്ങനെ അന്നത്തെ കാലത്ത് ഇവിടുന്നാണ് കപ്പലിനെ നേരിട്ട് എടുത്ത് കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടല്ലോ അല്ലേ? ഏതായാലും കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണെന്ത്, കോഴിക്കോട് ബീച്ച്. ജസ്റ്റ് ഒന്ന് വന്ന് അപ്പം മൺസൂൺ സീസൺ ആയതുകൊണ്ട് കൂടുതൽ സഞ്ചാരികൾ കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? അന്നേരം അത് ആ മഴ ചെറുങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും പിന്നെ അപ്പോൾ ആ ഭാഗത്ത് പുലിമൂട് ഉണ്ടല്ലോ അല്ലേ? അവിടെ ആ ഭാഗത്ത് നടന്നുണ്ടോ? പോർട്ടായിട്ട് കൊണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു.